എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം 7നെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടാണ് ബിഗ് ബോസ് മലയാളം 7ൻ്റെ കോമണേഴ്സ് പ്രമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അടുത്തുള്ള മൈജി ഫ്യൂച്ചറിൽ പോയിട്ട് അവിടെ അവരൊരു സ്റ്റേജ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ മൈജിയുടെ ഒരു ഓഡീഷൻ പോലത്തെ ഒരു സ്റ്റേജ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകാൻ അർഹനെന്നുള്ളതിൻ്റെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. എന്താണ് നമ്മുടെ അർഹത ബിഗ് ബോസിൽ പോകാനുള്ളതിനെ കുറിച്ച് ഒരു 3 മിനിറ്റ് താഴെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് 5 MB കൂടാനും പാടില്ല. അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ bb7.geostar.com എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഓഡീഷനിലേക്ക് അവർ നമ്മളെ സെലക്ട് ആകുകയാണെങ്കിൽ വിളിക്കും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോമ്പിനേഷൻ ഇപ്പം നമുക്കെല്ലാവർക്കും ചാൻസ് ഉണ്ട്. എനിക്കൊന്നും ഈ പ്രാവശ്യം ഒരു ആണ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഖത്തറിലാണുള്ളത്. എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ഗൾഫിൽ ഖത്തറിൽ മൈജി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല. അപ്പം നാട്ടിലുള്ളവർക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. എനിക്കറിയത്തില്ല ഇനി ഏഷ്യനെറ്റ് ഇനിയും വെളിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള മൈജി ഫ്യൂച്ചറിൽ തന്നെ പോകണം. അവിടെ പോയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ചൊരു നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വെച്ച് പഠിച്ചിട്ട് വേണം പറയാം. ഒരു 3 മിനിറ്റ് കുറയാതെ 5 MB ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം പോയി പറയാൻ. നല്ല പേടിക്കാതെ ധൈര്യമായിട്ട് പോയി പറയാം. ഞാൻ ഈ ധൈര്യത്തിലൊക്കെ പറയുന്നത്, പക്ഷെ ഞാനും പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. പക്ഷെ നിങ്ങളെല്ലാം പേടിക്കാണ്ട് ധൈര്യത്തോടെ പോയിട്ട് കൊടുക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ മാത്രം പോരാ, അവർ പിന്നെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂസൊക്കെ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് വിജയിച്ച് വരുന്ന ആൾക്ക് നമ്മുടെ ബിഗ് ബോസ് മലയാളം 7 എൻട്രി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ തന്നെ പോവുക, ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് വെളിയിലുള്ള ആൾക്കാർക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഏഷ്യനെറ്റ് ചെയ്യുമോയെന്നും അറിയത്തില്ല. ഇതിപ്പോൾ കുറച്ച് എനിക്കൊരു 2-3 ദിവസമായിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ പഴയ കോമണറായ ബിഗ് ബോസിലെ അവരാണ് വന്നിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് bb7.geostar.com അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതങ്ങനെ തന്നെ ചെയ്യുക. താഴെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക. അപ്പം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ അതിപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുണ്ട്. മോഹൻലാലിൻ്റെ അങ്ങനെ കോമണേഴ്സ് പ്രൊമോയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുണ്ട്. ഒന്നൊന്നായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ എനിക്കൊന്നു ഓഗസ്റ്റ് മാസത്തിലാണ് സ്റ്റാർട്ട്. ഓഗസ്റ്റ് 8 7 ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് തുടങ്ങുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്ത് കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവരും കുറ്റം പറയും ഞാൻ കാണത്തില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവമാണ് ബിഗ് ബോസ് മലയാളം. അപ്പോൾ ഈ വരുന്ന കണ്ടസ്റ്റൻസ് കുറേ ഉണ്ട്. ഞാനിതൊന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ ഒരു കൺഫർമേഷൻ കിട്ടാണ്ട്. എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ കിട്ടത്തില്ല. നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരൊക്കെ കൺഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അതിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എനിക്കൊന്ന് ഈ മാസം ഒരു അവസാനത്തോടെ നമുക്കൊരു സ്റ്റാർട്ടിങ് ചെയ്യാം കൺഫർമേഷനായിട്ടുള്ള. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ കൺഫർമേഷനൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തേ അല്ല എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് എല്ലാവരുടെ കൺഫ്യൂഷനായി ഇപ്പം എന്തിനാ വെറുതെ. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നോക്കിയിട്ട് ആരൊക്കെയാണെന്നുള്ളത് എൻ്റെ കൺഫർമേഷൻ എന്തായിരുന്നായിരിക്കും. പല ആൾക്കാരും തരുന്ന പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എൻ്റെ വീഡിയോസും കാണുക. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കോമ്പിനേഷൻ ആയിട്ട് ഒരു ചെറുക്കനോട് വരട്ടെ, ഒരു പെണ്ണും ഒരു ചെറുക്കനോട് വരട്ടെ, ഏറ്റവും ബെറ്റർ ആയിരിക്കും. 1, 2, 4 വരട്ടെ. കാരണം എന്താ വെച്ചാൽ
എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിലൊക്കെ വരണമല്ലോ. അപ്പോൾ 4 പേരൊക്കെ വന്നോട്ടെ, പ്രശ്നമില്ല. അവരും ഒന്ന് പ്രശസ്തി ആയിക്കോട്ടെ, അല്ലാത്തവരും വന്നോട്ടെ, നല്ലതാണ്. ആര് വിജയിച്ചാലും നല്ലവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. എല്ലാവരും നല്ലവർക്ക് മീൻസ് നല്ലോണം കളിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഇനി ആരാ വരുന്നത് നമുക്ക് കുറച്ച് ദിവസത്തിനാവും. എനിക്കൊന്ന് ഇത് ലാസ്റ്റ് ഡേയ്സ് 10 തോന്നുന്നു. ജൂലൈ 10 ഇത് അപ്ഡേറ്റ് ചെയ്യണം ചെയ്യുന്നവരെല്ലാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുക. എൻ്റെ വാച്ച് ടൈമൊക്കെ കൂടട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.